ഹായ് ഫ്രണ്ട്സ്, സജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഇങ്ങനെ വെറുതെ നോക്കിയപ്പോൾ ചേട്ടൻ എന്താ കാറിൻ്റെ വായ തുറന്നു വെച്ചിട്ടിരിക്കുന്നു. എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇതെന്താണ് ചേട്ടാ ഇത് തുറന്നൊക്കെ വെച്ചിട്ട്? എന്താണ് ചെയ്യണത് ഏട്ടാ? പറ, എന്താ ചെയ്യണ ഏട്ടാ? എനിക്കും പറഞ്ഞാറില്ല അറിയുള്ളൂ. ബാറ്ററി ഡൗൺ ആയാ? തുടയ്ക്കണോ? അവിടേക്കൊന്ന് വൃത്തിയാക്കാൻ വെച്ചു. അങ്ങനെ കാറൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഡോറും കാറിൻ്റെ ബോണറ്റും ഒക്കെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതെന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ അടുക്കള പണികളൊക്കെ ഇങ്ങനെ ആരംഭിച്ചിരിക്കുകയായിരുന്നു. എന്താ പറയുക, നമുക്ക് എന്താ അയ്യോ മറന്നുപോയി, വഴുതിനിങ്ങ ഉപ്പേരിയും വഴുതിനിങ്ങ തോരനും പിന്നെ പരിപ്പും നമ്മുടെ തക്കാളിയും കൂടിയിട്ടുള്ള എല്ലാം നമ്മുടെ പറയും ഞാൻ അല്ലേ, പരിപ്പും തക്കാളിയും കൂടിയിട്ടുള്ള ഒരു ചാറുകറി ഉപ്പേരിയും ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇതിന്മേൽ പൂ വന്നു, നമുക്കതങ്ങ് പൊട്ടിച്ച് കളയാം. പൂ വന്ന വഴിക്ക് പൊട്ടിച്ചിട്ട് നേരെ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുപോയി വയ്ക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇന്നലെ കണ്ടില്ല, ഇന്നലെ ഇതിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അപ്പോൾ കുറച്ച് കതിര് വന്നതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് അപ്പം തന്നെ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുപോയി വയ്ക്കും. അപ്പോൾ പിന്നെ അത് വേസ്റ്റ് ആവില്ല. ഇവിടെ ഇതും നന്നായിട്ട് വരും ചെയ്യും. നല്ല മഴ പെയ്തതിന് ശേഷം ഒരു പ്രത്യേകതയുണ്ട് ചെടികൾക്ക്. പിന്നെ ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് 3-4 ദിവസം 3 ദിവസം അല്ലേ, 2-3 ദിവസം, പിന്നെ ഒരു ദിവസം ചാറിപ്പോയി, അത്രയേ ഉള്ളൂ. പെരുത്ത് മഴ കിട്ടി. പെരുത്ത് മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പറയാൻ പറ്റണില്ല, അത്ര അധികം മഴയുണ്ടായിരുന്നു ഞങ്ങൾക്ക്. സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്. കനകാമ്പരമൊക്കെ ഈ മഞ്ഞുകാലത്ത് ഉണ്ടായിട്ട് പിന്നെ കുറേ കാലം നിൽക്കുമല്ലോ. ഒരു കാലം ഉണ്ടാവും, പിന്നെ ഒരു കാലത്തോളം അത് അവിടെ ഇങ്ങനെ നിൽക്കും. അപ്പം അതൊക്കെ ഉണ്ട് ധാരാളം. പരിയൊക്കെ കുക്കറിൽ ഇങ്ങനെ വിസിലൊക്കെ വരുന്നുണ്ട്. ആൾക്കാരൊക്കെ ജോലിക്ക് പോണു. വണ്ടിയുടെ ബഹളം ഒക്കെ കേൾക്കാനുണ്ട്. ഞാനേ എന്നെ കാണിക്കാത്തത് എപ്പോഴും ഞാൻ ഇന്ന് ഓറഞ്ച് ടീഷർട്ടാണ് ഇട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഓറഞ്ച് ടീഷർട്ട് എപ്പോഴും ഞാൻ ആ ടീഷർട്ട് തന്നെ ഇടുന്നത്. അപ്പോൾ ഞാൻ ആ കാരണം എന്നെ കാണിക്കുന്നില്ല. ഞാൻ വേറെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് കാണിക്കാം കേട്ടോ. എന്നെ എന്താ കേട്ടാ? എന്താ പറയ്? ചേട്ടൻ എനിക്ക് കാറിൽ ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള സംഭവമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി. ഇതാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഏട്ടാ? ആണോ? ഇതെങ്ങനെ വെക്കുക നമ്മൾ ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു ഞങ്ങള്. അപ്പൊ അതൊന്ന് ഉറപ്പിച്ചു. ക്യാമറമേ അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കിണുകിണ് പറഞ്ഞിട്ടങ്ങ് പോവുമായിരുന്നു. അപ്പൊ അത് ഉറപ്പിച്ചു കഴിഞ്ഞു. അവ ഭയങ്കര സന്തോഷം. അങ്ങനെ എനിക്കിത് മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ശരി കേട്ടോ. അങ്ങനെ ഞാൻ ഓറഞ്ച് ടീഷർട്ട് ഇട്ടു എന്ന് പറഞ്ഞാൽ അതെല്ലാം ഇട്ടിട്ട് അങ്ങനെയായിട്ട് വീഡിയോ എടുക്കാം. നമുക്ക് വേറെ ഒന്നുമില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം. നമ്മൾ ഈ കിച്ചണിൽ സാധനങ്ങളൊക്കെ വേവണേൻ്റെ ഉള്ളൂ. അപ്പോൾ വേവണേൻ്റെ ഇടയിൽ വെറുതെ ഇങ്ങനെ മിണ്ടി പറഞ്ഞിരിക്കാം, അത്ര തന്നെ. ഇല്ലാണ്ട് എന്തുട്ടാ നേരത്തെ ഇങ്ങനെ ഇല്ലാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമോ? അതൊക്കെ ഒന്ന് വേവണ്ടേ? അതുവരെ ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനെ ശ്വാസം മുട്ടി നിൽക്കണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ പറയാം, അത്ര തന്നെ. നോക്കൂ, അപ്പുറത്തെ വീട്ടിലിങ്ങനെ കുനുകുന ചക്ക ഉണ്ടായത് കാണിച്ചേ കണ്ടോ? ധാരാളം ചക്ക ഉണ്ടായിട്ടോ ആ ഒരു വീട്ടിൽ. മുകളിലേക്ക് ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്, താഴ്ത്തുന്നേ കുനുകുന ചക്ക ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ചുവന്ന ചെറ്റിപ്പൂവ്, ഇതാണ് ശരിക്കും ചെറ്റിപ്പൂവ്. ഇതാണ് ചെറ്റിപ്പൂവ്. 2-3 ഉണ്ടായിട്ടുണ്ട്, 2-3 കൊലകൾ ഉണ്ടായിട്ടുണ്ട് ചെറ്റിപ്പൂവിൻ്റെ. ഞാൻ വീണ്ടും കാണിച്ചു തരാണ് കണിക്കൊന്ന പൂത്തത്. ധാരാളം ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണിക്കൊന്ന. എപ്പോഴും ഇവിടെ വന്ന് നിന്നിട്ട് എല്ലാ വീഡിയോയിലും പറയുന്നില്ലേ, അതൊരു ഐശ്വര്യമല്ലേ വെച്ചിട്ടാണ് കേട്ടോ.
എല്ലാവർക്കും കടാ കണിക്കൊന്നിങ്ങനെ പൂത്ത് 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 നിൽക്കുന്നുണ്ടേ. കണിക്കൊന്ന നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ, അത് വിഷുവിനോ ഉണ്ടാകത്തില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം കേട്ടോ. മഴ പെയ്തിട്ട് ചേട്ടത്തിൽ നിന്ന് വെള്ളം മുക്കിയെടുത്ത് ചെടികൾക്കൊക്കെ ഒഴിക്കും. ഇന്നലെ ഒഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിൽ വെള്ളം കയറും. ഇത് ടാങ്കിൽ നിറച്ച് വെള്ളമാവും. പിന്നെ വഴുതിനിങ്ങ ഉപ്പേരിയൊക്കെ വെന്ത് കഴിഞ്ഞു കേട്ടോ. വഴുതിനിങ്ങ ഉപ്പേരി വെന്തു. ഇനിയിപ്പോൾ ഞാൻ തക്കാളിയും തക്കാളിയും കൂടി വീണ്ടും തക്കാളി ഇട്ടിട്ടൊന്ന് കുക്കറിലൊന്ന് വിസിലടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് വേണം. കണ്ടോ നമ്മുടെ ഈ ചെടി ഇങ്ങനെ വീഴുന്നത്. ഈ ചെടിയെന്ന് വെച്ചാൽ നമ്മുടെ വെറ്റില കൂടി ഇങ്ങനെ എല്ലാവരുടെയും ഞാന്ന് നിൽക്കുന്നുണ്ട്. കണ്ടോ പുറത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ. വെറ്റില കൂടി ഈച്ച ഇങ്ങനെ പോകുന്നുണ്ട്. ഈച്ചയുടെ ശബ്ദമൊക്കെ കേൾക്കാം. ഈച്ച പോകുന്നുണ്ട്. വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കാം. വിസിൽ വരുമ്പോൾ അകത്തേക്ക് കയറി പോകാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇന്നലെ വൈകിട്ടാണ് മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ. ഇന്നലെ വൈകിട്ട് 5 മണി തൊട്ട് 6 മണി വരെ നടന്നു. 6 മണി തൊട്ട് 6 വരെ മുറ്റടിയായിരുന്നു. എന്നിട്ട് കത്തിക്കാൻ നോക്കി, കത്തിയില്ല. കാരണം മഴ പെയ്ത് അത്ര അധികം ചീഞ്ഞ് കിടക്കായിരുന്നു തോന്നുന്നുണ്ട്. അടിച്ച കൂട്ടി ഇങ്ങനെ ബക്കറ്റിലൊക്കെ കോരിയിട്ടാണ് ഞാൻ കൊണ്ട് കളഞ്ഞത്. കണ്ടോ ഞാൻ എല്ലാവരുടെയും അടിച്ചു. ഈ കണിക്കൊന്ന ഇങ്ങനെ വീണ് കിടക്കണം. മുറ്റം കാണാൻ ഭംഗിയാണ്. രാവിലെ ആകുമ്പോഴേക്കും വീണ്ടും ഇതുപോലെ ഇങ്ങനെ വീണ് കിടക്കും. അതുകൊണ്ട് ഇങ്ങനെ അടിച്ചില്ലെങ്കിലും ചവറുള്ളത് കൊണ്ടാണ് കേട്ടോ. നമ്മുടെ പ്ലാവിൻ്റെ ഇല വീഴുന്നതുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് അടിക്കണ്ട. നല്ല ഭംഗിയായിരിക്കുമല്ലോ അത് കാണാൻ. കുയിലിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ? കുയിലിൻ്റെ ശബ്ദം. ഇന്ന് ഇവിടേക്ക് ഒന്ന് അടിച്ചു വരാൻ കണ്ടോ. ഞാൻ മുകളിൽ നിന്നപ്പോഴാണ് കണ്ടു ചേട്ടൻ ഇങ്ങോട്ട് ചവറൊക്കെ അടിച്ചു വാരിയിട്ടു. നമ്മൾ നാളെ അടിച്ചു വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഇങ്ങനെ ചവറൊക്കെ അടിച്ചു വാരിയിട്ടു. അത് കാരണം ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരണം. അതാണ് ഇന്നത്തെ ഒരു പണി. ഫുള്ളടിച്ചു വാരണം. ഇവിടുത്തെ ഇവരുടെ ഈ പ്ലാവുമ്മ നന്നായി ചക്കിയിട്ടുണ്ടായിട്ടുണ്ട്. കുഞ്ഞിട്ട് വേണം. ഈ പ്ലാവ് വലുതാവാൻ വേണ്ടിയിട്ടാണ് 2 തെങ്ങ് മുറിക്കണം എന്ന് പറയണത് അവർ. ഈ പ്ലാവും ഈ തെങ്ങും വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാവും പിന്നെ നമ്മുടെ ഈ 2 തെങ്ങുമാണ് അവർ മുറിക്കണം എന്ന് പറയണത്. ഈ പ്ലാവ് മുറിക്കണം. എന്താല്ലേ ചക്കൊക്കെ ഏതാണ്ടായിട്ടുണ്ട് കേട്ടോ. ചക്ക ഏതാണ്ടായിട്ടുണ്ട്. എന്താ 2 തെങ്ങായി നന്നായി കായ്ക്കുന്ന 2 തെങ്ങാണ് ഞങ്ങളുടെ വീട്ടിലത്തെ. ഇത് 30 വർഷം മുമ്പ് ഇവർ വീട് വയ്ക്കുമ്പോൾ വെച്ചിട്ടുള്ള തെങ്ങ്, മാവ്, പ്ലാവ്, ഇതൊക്കെ മാവ് ഇതൊക്കെയാണ്. ഒക്കെ ഇപ്പോൾ മുറിച്ച് കളയണമെന്നാണ് പറയണത്. ഇപ്പോൾ ചെയ്യാല് മാവുമ്മയൊക്കെ നന്നായി വാങ്ങേണ്ടതുണ്ട്. ഇപ്രാവശ്യം കുറവാണ്. അപ്പം അങ്ങനെയാണ് കേട്ടോ. വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ.